ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. ഇതാണ് ഷുട്ടു. അപ്പോൾ ഇന്ന് എന്താ 7:30 നമ്മൾ പതിവിലും നല്ല നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞു, ഒന്ന് ഫ്രഷായി. നമ്മളിപ്പം അമ്പലത്തിൽ പോകാൻ നോക്കുകയാണ്. ഇന്ന് നമ്മുടെ ഷുട്ടുപ്പിൻ്റെ സ്റ്റാർ ബർത്ത്ഡേ ആണ്. 20-നാണ് ഡേറ്റ് വരുന്നത്. ഇന്നാണ് അവളുടെ നക്ഷത്രം വരുന്നത്. എന്നെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മളൊന്ന് അമ്പലത്തിലെല്ലാം പോകാനുള്ള പരിപാടിയിലാണ്. ഇത് പിൻട്രസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ റെഡി ആയിട്ട് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ കാണാം. കുഞ്ഞു കുഞ്ഞു വിശേഷമേ ഉള്ളൂ, ഇങ്ങനെ ഒന്നും കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. കുട്ടൂൻ്റെ ഫ്രണ്ട്സിന് ഇന്ന് കുറച്ച് ഫുഡൊക്കെ കൊടുക്കണം. കാരണം നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങായിരിക്കും, അതുകൊണ്ട് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ദാറ്റ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഇതാ ഞാൻ റെഡിയാവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ റെഡിയായി കഴിച്ച് ഷുട്ടു പിന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അപ്പോഴേക്കും എന്തായാലും അമ്മ റെഡിയാവും, ഒന്നുകിൽ അമ്മ റെഡിയാക്കും അവളെ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായി. നമ്മൾ ബർത്ത്ഡേ ദിവസത്തെ സെലിബ്രേഷൻ ആക്ച്വലി അങ്ങ് വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് നമ്മൾ കുഞ്ഞി സെലിബ്രേഷൻ നടത്താമെന്ന് വിചാരിച്ചു. മീൻസ് അവളുടെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെയാണല്ലോ കൂടുതൽ കുട്ടികളുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ ചെറിയായിട്ടൊരു ട്രീറ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അന്ന് ചക്രക്കല്ല് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ്. ഞാൻ ആക്ച്വലി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ രാവിലത്തെ ആ ഒരു സാഹചര്യത്തിൽ സമയം കിട്ടുന്നില്ല. ഇവളെയും വെച്ചിട്ട് ഗെറ്റ് റെഡിയൊക്കെ ചെയ്യണമെങ്കിലുണ്ടല്ലോ ഞാൻ നേരത്തെ പുലർച്ചെയൊക്കെ എണീച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഒരു ഉറക്കം കളയാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോർമലി പോകുന്ന പോലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നത്. ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര സ്കിന്നിന് കുറച്ച് ബ്രേക്ക് ഔട്ട്സ് വരുന്നുണ്ട്, എന്നാന്നറിയില്ല. ഞാൻ സാധാരണ മുഖത്ത് ഷുട്ടുൻ്റെ ബേബി സോപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ചില സമയത്ത് ഞാൻ നമ്മുടെ മേക്ക് തേക്കുന്ന സോപ്പ് തന്നെ എടുത്ത് മുഖത്ത് ഇടാറുണ്ട്. സോ അതാണോ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ പിമ്പിൾസ് വരുന്നുണ്ട്. ഇനിയിപ്പം അതിനെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതാ എൻ്റെ ഒരു നോർമൽ സ്കിൻ കെയറും കാര്യങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഞാനങ്ങനെ റെഡിയായി. ഞാനിത് ജീൻസിൻ്റെ കൂടെയായിരുന്നു, ഒരു ലൂസ് നമ്മുടെ മോമി ഫിറ്റ് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മളെല്ലാവരും റെഡിയായി ഇരിക്കുമ്പോഴേക്കും രാകേഷ് ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാകേഷ് ചേട്ടനും ഓരോ കുഞ്ഞി ബേബിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പോകാൻ വേണ്ടി റെഡിയായി. ഇത് ഷുട്ടൂൻ്റെ പുതിയ ഡ്രസ്സ് തന്നെയാണ്. ഞാൻ മാക്സിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അങ്ങനെ ധ്രുവൂട്ടൻ വന്നു, രാകേഷ് ചേട്ടൻ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. നമ്മൾ ധ്രുവൂട്ടൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. സൈഡൊക്കെ നല്ല ചെത്തി വെച്ചിട്ടുണ്ട് ആൾ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇത് നമ്മുടെ അവിടെയുള്ള പള്ളിപ്പോയിലുള്ള ശിവക്ഷേത്രമാണ്. ആദ്യം നമ്മളിവിടെ പോകാമെന്ന് വിചാരിച്ചു. മറ്റേ സ്ഥലത്ത് നമുക്ക് 10 മണിയാകുമ്പോഴേക്ക് എത്തണ്ടോ, നമ്മൾ പൂജ കൊടുത്തുകൊണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ പോയി ഇവിടുത്തെ തൊഴുത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. കൈ പിടിച്ചോ, കൈക്ക് പിടിച്ചോ, കൈ പിടിച്ചോ. ഓടി അല്ലേ ചുട്ട് നോക്കി നിന്നാട്ടെ, അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. നോക്ക് ചായയും കാണും. കാണോ അമ്പലത്തിലുണ്ട്, ചായ ഉണ്ട്. കുടിക്കാൻ പോയിട്ട് അങ്ങനെ പറയല്ലേ അല്ലേ? ഉപ്പ ഒന്നുമില്ലേ? ഒന്നും നിങ്ങളോട് ഞാൻ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് നല്ല ഉപ്മാവും ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിറങ്ങി. അവിടെ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ചായയും ചായയല്ല ഉപ്മാവും ചുക്ക് കാപ്പിയും ഉണ്ടാവും. അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ചു. ഷുട്ടൂന് പിന്നെ ഉപ്മാവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് ഫോട്ടോ സ്പോട്ടാണിത്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി വന്ന് ഇനിയിപ്പം അടുത്ത താറ്റോടമ്പലത്തിൽ പോയിട്ടുണ്ട്. അതിന് മുന്നേ ഷുട്ടൂനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുക്കണം. അവിടെ നമുക്ക് ഉപ്മാവും നല്ല ചുക്കാപ്പി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് കഴിച്ചു. എൻ്റെ മോൾക്ക് ഉപ്മാവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ കഴിച്ചിട്ടില്ല. അപ്പോൾ അവൾക്കത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ആദ്യം പോകണം. 10 മണിയാകുമ്പോഴത്തേക്ക് എത്താനാണ് പറഞ്ഞ അമ്പലത്തിൽ.
സോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നാളെ പോകുമ്പോൾ കാണാം. പിന്നെ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ ഇതാ നമ്മൾ 10 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താറ്റോടമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഷുട്ടൂനിപ്പം വന്ന് വളരെ നല്ല കുരുത്തക്കേടാണ്. എന്താ പറയുക, ഭയങ്കര കുരുത്തക്കേടാണ് ഇപ്പോൾ ഓരോ സാധനത്തിനും. പിന്നെ മെയിനായിട്ട് ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ കരിയ. ഒന്ന് പറഞ്ഞ് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ കരയും. അങ്ങനെ ഇതാ ഞാൻ മുടിയൊക്കെ ചൂടെടുത്ത് ഒഴിച്ചിട്ട് ഞാൻ ഫുള്ള് വാരി കെട്ടി അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ കോട്ടൺ ഡ്രസ്സായതുകൊണ്ട് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ഉണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ചൂടും കൂടുതലായിരുന്നു. അങ്ങനെതാ നമ്മൾ പോയിട്ടിപ്പം ഇതാണ് താറ്റോടമ്പലം. നമ്മുടെ സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും അറിയായിരിക്കും. അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മൾ പൂജ കൊടുത്തുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അപ്പളേ പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനിതാ നമ്മൾ അമ്പലത്തിൽ എത്തി. ഇവിടെ കോമഡി എന്തായിരുന്നു വെച്ചാൽ, ധ്രുവൂട്ടൻ ആണുങ്ങൾ ഡ്രസ്സ് ഊരിയിട്ടാണല്ലോ, മീൻസ് ഷർട്ട് ഊരിയിട്ടാണല്ലോ അകത്തേക്ക് കയറുക. അപ്പോൾ ധ്രുവ് ഊരുന്ന കണ്ടപ്പോൾ തന്നെ ഷുട്ടു ഭയങ്കര, അവൾക്ക് എപ്പോഴും അമ്പലത്തിൽ പോയിട്ടാകുമ്പം ഇപ്പോൾ കുട്ടപ്പനായാലും അവളുടെ അച്ഛനാണെങ്കിലും ഡ്രസ്സ് ഊരുമ്പോൾ അവൾ അവളുടെ ഊരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല. അപ്പം ഇന്ന് വെച്ചാൽ തീരെ സമ്മതിച്ചില്ല. അവളും കൂടെ ഡ്രസ്സ് ഊരിയിട്ടാണ് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. വലിയ കോമഡി ആയിരുന്നു. അങ്ങനെ നമ്മളിതാ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. രണ്ടാളും കൂടെ കുളം കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി. പിന്നെ ഇതാ നേരെ തിരിച്ച് വീട്ടിലെത്തി. ആൾ പായസം വെച്ച് ഓടുന്നുണ്ട്. അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പോലെ വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഇതാ നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ സാഗറിലാണ് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെപ്പോഴും അവിടെ തന്നെ പറയാറുള്ളത്. ഭയങ്കര യമ്മി ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പം നമ്മളൊരു 12 കാലൊക്കെ ആയപ്പോൾ പോയി. എന്ന് വെച്ചാൽ 12:30 ആ ടൈം വരണം എന്നാണ് പറയുക. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളിത് ആ വീട്ടിലെത്തി. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയെല്ലാം വാങ്ങി വന്ന് സെറ്റാക്കി. ഇനിയിപ്പോൾ പിള്ളേഴ്സിനെല്ലാം വിളിക്കണം. ബാക്കി പരിപാടി ഇതാ അച്ചാറ് എല്ലാം നല്ല അടിപൊളി സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് തരും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് കുടിക്കാനെല്ലാം വെള്ളം വെച്ചിട്ട് സെറ്റാക്കട്ടെ. പിള്ളേർ സെറ്റൊക്കെ വരുന്നതിന് മുന്നേ നമ്മളിതാ ഇലയൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരു റൗണ്ടിൽ പോവും. ഇത്ര എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഇതാ ഷുട്ടു ഏച്ചിമാർ എല്ലാവരും കൂടെ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി ഇരിക്കുകയെന്ന് ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജാനൂട്ടനും നികൂട്ടനും ഉണ്ട്. അപ്പോൾ അവൾക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്താ വേണ്ടത്, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കൂല. അപ്പോൾ ഞാൻ പിന്നെ റോഡും ആയതുകൊണ്ട് ആളിനെ നോക്കിയിരിക്കണം. അവളേതാ റോഡ് കടന്നപ്പുറത്തേക്ക് പോയിട്ട് ഇതാ അമ്മ കൂട്ടി വരുന്നുണ്ട്. അതിൻ്റെ എല്ലാവരും വന്നു. എല്ലാവരും ഫുഡ് കഴിക്കാനും തുടങ്ങി. നമ്മൾ ആദ്യം ആക്ച്വലി ഉണ്ടല്ലോ സാമ്പാർ കുറച്ചങ്ങനത്തെ ഒരു സദ്യ മോഡലാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കൂടുതലും കുട്ടികളുള്ളതുകൊണ്ട് അവർക്കെല്ലാവർക്കും കൂടുതലും ഇതിനോടാണ് താല്പര്യം. അപ്പോൾ പിന്നെ ഞാൻ പ്ലാൻ ചേഞ്ച് ചെയ്തു. അതിനിതാ ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കളിയിലാണ്, ഒളിച്ചുമ്പത്തും കളിക്കുകയായിരുന്നു. കണ്ട് എല്ലാവരും കണ്ട്. ദേവു അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കളിയിലായിരുന്നു ഇവള്. അങ്ങനെ ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ പിടിച്ച് കുളിപ്പിച്ച് ഫുള്ള് വേർത്തൊലിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിവസത്തെ 2ാമത്തെ കുളിയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിടത്തി ഉറക്കാനുള്ള പ്ലാനിലാണ്. ബിരിയാണിയൊക്കെ തിന്ന ഹാങ് ഓവറിൽ ആക്ച്വലി നമ്മൾ രണ്ടാളും 3 ഒക്കെ നല്ല പോലെ കിടന്നുറങ്ങിയിട്ടുണ്ടായി. കുറച്ച് നേരത്തെ എണീച്ചു. നമ്മളൊരു ഗ്രീൻ ടീ ഒക്കെ കഴിച്ചു. ഷുട്ടു നേരത്തെ കുളി കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. സോ അവളിതാ ഇപ്പം പിള്ളേരുടെ അടുത്ത് കളിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും പെട്ടെന്നൊന്ന് പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. സോ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഷുട്ടൂപ്പിനെ നേരെ കളിക്കാൻ പോയിരുന്നു ഇങ്ങോട്ടേക്ക് കൂട്ടി വന്നു. ഞാൻ അവിടുന്ന് കുറച്ച് സമയം സ്ക്രീൻ ടൈമാണ്. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് പിന്നെ വീണ്ടും വേറൊരു പിമ്പിൾസും കൂടെ വന്നു. ഞാൻ അത് നോക്കുമായിരുന്നു. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ അതിനെ കാര്യമായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബിരിയാണി ആയിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉച്ചക്കെല്ലാം ബിരിയാണി തന്നെ. പിന്നെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ ഞാൻ ബിരിയാണി കഴിക്കട്ടെ.
അപ്പോൾ ഇത് എല്ലാവരും എത്തിയിട്ടുണ്ട്. രാത്രിയിലത്തെ പ്ലേ ടൈമാണ്. ഒരു 8:30 വരെ ഇവർ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അതിലിടക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് ഷൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മേലേക്ക് പതുക്കെ ഇങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. ഇവരെ മേത്ത് പക്ഷേ ഒരു കണ്ണ് വേണം. ജാനൂട്ടൻ കുഴപ്പമില്ല, ഷുട്ടും നിൽക്കും പെട്ടെന്ന് തന്നെ അണ്ടി കൂടും. ഞാൻ ഇതാ എൻ്റെ സാരിയുടെയും ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ വീഡിയോസെല്ലാം എടുത്തു. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം നമ്മൾ താഴെ സ്പെൻഡ് ചെയ്ത് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് ഇപ്പോൾ നമ്മളിതാ മേലെ വന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടുന്ന് ഇവള് കുറേ നേരം കളിക്കും, പിന്നെ നമ്മൾ ഉറങ്ങും, അത്രയൊക്കെ തന്നെയുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയായിരുന്നു ഷുട്ടുൻ്റെ ഒരു സ്റ്റാർ ബർത്ത്ഡേൻ്റെ ഒരു കുഞ്ഞു ദിവസം എന്ന് പറയുന്നത്. ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഒരു കുഞ്ഞു സെലിബ്രേഷൻ അല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലേ. ഷുട്ടിന് ഇഷ്ടമായില്ലേ ഇന്നത്തെ ഡേ? ഹാപ്പി അല്ലേ? അപ്പോൾ ഓക്കെ, എല്ലാവരും നമ്മളെ വീഡിയോസ് പിന്നെയും കാണുക. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഓക്കെ പറ. ആ കാണണേ, എല്ലാവരും വീഡിയോ കാണണേ. ഷുട്ടുൻ്റെ ബർത്ത്ഡേ വ്ളോഗും വരും, എല്ലാവരും കാണണേ. ഓക്കെ ബൈ പറ, ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്.